ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് വാച്ചുകളാണ്. വാച്ച് എന്ന് പറയുമ്പോൾ സാധാരണ ടൈപ്പിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പല്ല. ഇത് കുറച്ചൊരു വെറൈറ്റി ആ ഒരു മോഡൽ വരുന്നതാണ്. മെയിനായിട്ട് നമുക്കിപ്പം എത്നിക് ഡ്രസ്സസ്, ഈ സാരി, ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ കുറച്ചൊരു എത്നിക് വൈബിലേക്ക് കൊണ്ടുവരുന്ന ടൈപ്പുള്ള കുറച്ച് വാച്ചുകൾ കാണിക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ ഒന്ന് വാച്ചല്ല, അത് എനിക്ക് മീഷോ ഒരു പണി തന്നതാണ്. പക്ഷെ അതുകൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. പിന്നെ ഇതെല്ലാം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. റേറ്റ് നോക്കുകയാണെങ്കിൽ 300 ബിലോ ആണ് ഇതിനെല്ലാം റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വാച്ച് വരുന്നത്. ഇത് ഫുള്ള് റോസ് ഗോൾഡ് ആ ഒരു ഷെയ്ഡിലുള്ള ഈ ഒരു വാച്ച് വരുന്നത്. നടുവിൽ ഇവിടെ ഇങ്ങനെ ചെറിയൊരു റൗണ്ടിൽ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഫുള്ള് സ്റ്റോൺ വർക്കാണ് വരുന്നത്. ഇതിൻ്റെ കളറൊന്നും ഫേഡായി പോകുന്നില്ല. ഇത് നമുക്ക് ബേക്കിൽ ഇതുപോലൊരു ചെയിനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൈൻ്റെ വണ്ണം അനുസരിച്ചിട്ട് ഇത് നമുക്കിതിൻ്റെ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും കണ്ട് പരിചയമുള്ള ഡിസൈൻസാണ്. ഇതിൻ്റെ ഒരു മാല കുറച്ച് ടൈം മുന്നേ ഫുൾ ട്രെൻഡിൽ പോയ മാലയാണ്. അപ്പം ആ മാലയുള്ളവർക്കാണെങ്കിൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ലോട്ടസിൻ്റെ വാച്ചാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ചെറിയ ഒരു ഡയൽ വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ലോട്ടസിൻ്റെ ആ ഒരു നമ്മുടെ ലോട്ടസിൻ്റെ മാല ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സെയിം മോഡൽ തന്നെയുള്ള ലോക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ രണ്ടിടത്ത് ഇങ്ങനെ വൈറ്റ് ബീഡ്സ് ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട്. അതുപോലെ ബേക്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചെയിൻസ് ഉണ്ട്. അതിൻ്റെയും രണ്ടറ്റത്തായിട്ട് ഇതുപോലെ തന്നെ വൈറ്റ് പേൾ ബീഡ്സ് ഹാങ് ചെയ്യുന്നുണ്ട്. ഈ ഓണത്തിനെല്ലാം ഈ സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട്, പാവാടയും ബ്ലൗസ് അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ ഈ വെറൈറ്റി ടൈപ്പ് വാച്ച് കിട്ടുമെങ്കിൽ നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വാച്ചാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിനെക്കാളും കുറച്ചൊരു മാറ്റമുണ്ട്. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് ചെയ്യണ വന്നതെങ്കിൽ ഇതിൽ നമുക്കൊരു ബ്രേസ്ലെറ്റ് മോഡലിൽ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഹുക്ക് നമ്മൾ ഈ ഒരു ചെയിനിലേക്ക് ഇട്ടിട്ട് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ഫുള്ള് മണികൾ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മണീൻ്റെ കിളിങ്ങുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത് വരുന്നത് ഈ ഒരു വാച്ചാണ്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വാച്ച് ഫുള്ളായിട്ട് വരുന്നത്. പിന്നെ ഇതിലും ഹാങ്ങിങ് ആയിട്ട് കുറേ മണികളുണ്ട്. പക്ഷെ നേരത്തെ കണ്ട പോലെയല്ല, അതിനേക്കാളും കുറച്ച് കൂടുതൽ ഉണ്ട്. അതിങ്ങനെ കുറച്ചൊരു ലോങ് ആയിട്ട് നമുക്കിങ്ങനെ കൈ ഇട്ടായി നമ്മൾ കൈ രണ്ടറ്റത്തും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ ഒരു മോഡലാണ് ഇതിൽ ഈ ഒരു മണീൻ്റെ ഹാങ്ങിങ് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ ഇതാണ്. ഞാൻ മീഷോ നമുക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് മീഷോ വന്ന പണിയല്ല, എൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്കാണ്. പറഞ്ഞൊരു വാച്ചല്ല, നമ്മുടെ വാച്ച് മോഡലിൽ വരുന്ന ഒരു ഡമ്മി വാച്ച് ബ്രേസ്ലെറ്റ് ആണ്. പക്ഷെ ഞാനത് എഴുതിയത് ഞാൻ വായിച്ചില്ല. ഞാനിങ്ങനെ വാച്ച് സെർച്ച് ചെയ്ത് വാച്ച് ഇങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ഇത് വന്നാലും നമുക്കിപ്പം ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തായാലും വാച്ചായിട്ടില്ല തോന്നുന്നു. എനിക്കങ്ങനെ തോന്നിയത്. ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞ് ഇത് എടുത്ത് നോക്കുമ്പോഴാണ് ഈ നടുവിലത്തെ ഈ ഡയലിൽ കറങ്ങുന്നില്ല. അപ്പം ഞാൻ ശരിക്കും നോക്കിയാലും ഇത് ഡമ്മിയാണ്, ഇതിൻ്റെ സൂചികൾ. ഞാൻ ഫസ്റ്റ് ടൈം വിചാരിച്ച് മീഷോനെ പറ്റിച്ച് ഞാൻ വാച്ച് ഓർഡർ ചെയ്തതിന് പകരം ഇങ്ങനെ സംഭവം കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ മീഷോ എടുത്ത് നോക്കിയാലാണ് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഡമ്മി വാച്ച് എന്നുള്ളത്. അപ്പം ഇത് ഞാൻ ശരിക്കും നോക്കാൻ തന്നെ മിസ്റ്റേക്കാണ്. പക്ഷേ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് മോഡലിൽ വരുന്നൊരു ബ്രേസ്ലെറ്റ്. നമുക്കിപ്പം പെട്ടെന്ന് പല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കണ്ടതിൽ വാച്ചാണേ തോന്നുള്ളൂ. പക്ഷേങ്കിൽ വാച്ചാണെങ്കിലും ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ചെയിനിൽ വരുന്നൊരു ഡിഫറെൻറ്റ് മോഡൽ. അപ്പം നമുക്ക് വാച്ചായിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നല്ലൊരു വെറൈറ്റി പാറ്റേണിൽ വരുന്നൊരു വാച്ച് മോഡലിൽ വരുന്ന ബ്രേസ്ലെറ്റാണിത്. എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നിതും പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു വാച്ച്. അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വാങ്ങണമെന്നാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.